ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം ബ്രെഡ് സ്ക്രാമ്പിളിൻ്റെ റെസിപ്പി. പ്രത്യേകിച്ച് റെസിപ്പി എന്നൊന്നും പറയാനില്ല. നിങ്ങൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാനിവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് എടുത്ത് വീഡിയോ എടുത്ത് ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഉണ്ടാക്കി കൊടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് കുട്ടികൾക്കൊക്കെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് കൈകൊണ്ട് തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് നല്ല രീതിയിലൊന്ന് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇവിടെ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരി ഇട്ട് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെറിയ തീയിലിട്ട് വേണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും. അപ്പോൾ നമ്മളത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നേന്ത്രപ്പഴം റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ മധുരം ഇഷ്ടമുള്ളതാണ്, നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഒന്നുകൂടെ, പഴത്തിൽ മധുരം ഉണ്ടല്ലോ, ഒന്നുകൂടെ നമുക്കതൊന്ന് വീട്ടിൽ റോസ്റ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണൊന്ന് ടച്ച് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എളുപ്പമായല്ലോ. പിന്നെ നമ്മൾ എന്താ പറയുക, ആ പാനിലേക്ക് തന്നെ ഈ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ബട്ടർ ഉള്ളതുകൊണ്ട് ഞാനൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, പകരം നെയ്യ് ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടായി ഒരു ഇതായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഈ വറുത്ത് വെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും പഴവും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സായിട്ട് വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മൾ ഒരു മുട്ട പൊട്ടിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ബ്രെഡ് സ്ക്രാമ്പിൾ ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.